ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഇതിലെ നായകന്റെ തുല്യ കഥാപാത്രമായി നിൽക്കുന്ന ഒരു വ്യക്തിനെയും ഇതിലെ നമ്മുടെ സുന്ദരിയായ ഇനി പറയണം കൂടി പറയണം സുന്ദരിയും സുമുഖിയും സുഭാഷിണിയുമായ നമ്മുടെ മാളവിക മോഹനുമാണ്. ഹായ് മാളവിക. ഹായ്. ആദ്യം തന്നെ നമുക്ക് പുള്ളിയിൽ നിന്ന് തുടങ്ങാം അല്ലേ? അതിൻ്റെ ഫസ്റ്റ് മൂവി തന്നെ VKP സാറിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സത്യത്തിൽ ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു ഫീലിംഗ് എന്താണ്? ആ ഫീലിംഗ് അത് കറക്റ്റായിട്ട് പ്രേക്ഷകരോടൊന്ന് പറയും. ഞാൻ ഒരു മെയിൻ സ്ട്രീം മൂവി എന്ന് പറഞ്ഞത് ഞാൻ ഇതിലും മൂവീസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു മെയിൻ സ്ട്രീം ഒരു വലിയൊരു ഡയറക്ടർ വലിയൊരു സിനിമ അത് വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ബോബി സഞ്ജയ് ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഡുവോ എന്താ പറയാ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഏറ്റവും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ VKP സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഫിലിം മേക്കർ അദ്ദേഹം ചെയ്യുന്ന ഫിലിംസ്, അദ്ദേഹം ചെയ്യുന്ന ജോണേഴ്സ് മലയാളത്തിൽ അങ്ങനെ ഡയറക്ടേഴ്സ് ഇല്ല. പല ജോണേഴ്സിലും സിനിമകൾ ചെയ്യും. ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ്. ഈസ്തെറ്റിക് സെൻസ് വേറൊരു വലിയ മുല്ലവള്ളിയും തേന്മാവും എന്നൊരു സിനിമ ഒരു വലിയ ഉദാഹരണമാണ് അല്ലെ. മലയാള സിനിമയിൽ നമ്മൾ ഒരിക്കലും കാണാത്ത വിഷ്വൽസ് അന്ന് തന്ന സിനിമയാണ്. അപ്പോ VK പ്രകാശ് ബോബി സഞ്ജയ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, ഇങ്ങനെ ഒരു സിനിമ, ഇതിലൊരു വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ, അതായത് അജയ് എന്ന് പറയുന്ന ആസിഫ് ചെയ്യുന്ന ക്യാരക്ടർ കാഡറ്റ് അജയ് സിദ്ധാർത്ഥിന്റെ കൂടെയുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ അവരൊരുമിച്ചാണ്. അതിലുള്ള കൂടെയുള്ള കാഡറ്റ് സുദേവ് എന്ന് പറയുന്ന ക്യാരക്ടർ അതാണ് ഞാൻ ചെയ്തത്. എന്താ പറയുക, അത്യധികം എക്സൈറ്റഡ് ആയിട്ട് അത്യധികം എന്താ പറയുക എക്സ്പെക്ടേഷനോട് കൂടിയിട്ടും തന്നെയാണ് ചെയ്തത്. ആൻഡ് ഒരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം ഇങ്ങനത്തെ എന്താ പറയുക ലെജൻസിന്റെ കൂടെ നമ്മളെ പോലത്തെ എന്താ പറയുക വളരെ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുന്ന ബഡിങ് സ്റ്റേജിലുള്ള ആക്ടേഴ്സ് അഭിനയിക്കുമ്പോൾ അത് എന്തോ ഒരു ഭാഗ്യം, ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് അല്ലേ? 100%. അടുത്ത നമുക്ക് നമ്മുടെ സ്വന്തം പട്ടം പോലെ അല്ലേ മാളവിക, പട്ടം പോലെ പറന്ന് മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ ആള് ഇത് നിർണായകം എന്ന മൂവിയിലൂടെ പിന്നെയും ഒന്നും കൂടെ അല്ലേ മലയാളികളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് ക്യാരക്ടർ? ഈ സിനിമയിലുള്ള എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറയാം. അതാണ് മലയാളം ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റും, നിങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചു തരും പറഞ്ഞു. അതാണ് ശ്രമമാണ്. നിർണായകത്തിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് സരലാണ്. സരൽ ഈ ഫിലിമിൽ ആസിഫിന് ലവ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ സരൽ മലയാളി കുട്ടി തന്നെയാണ്, പക്ഷെ മൈസൂരിൽ ഫാമിലിയൊക്കെ അവിടെയാ ബേസ്ഡ്. അപ്പൊ മൈസൂരിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. മലയാളം അറിയാവുന്ന ഒരു കുട്ടി ചെറുതായിട്ടൊക്കെ അല്ലേ? അറിയാം. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അതെ, എനിക്ക് മലയാളം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പഠിക്കാൻ എല്ലാ ദിവസവും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ 2-3 പടമൊക്കെ ചെയ്ത് കഴിയുമ്പോ ഇനി ഒരു 90 മാർക്കൊക്കെ ഇപ്പോഴേ കൊടുക്കാം. അതെ, ആസിഫിന് ലവ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ സരലും ആസിഫിന്റെ കെമിസ്ട്രി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കെമിസ്ട്രിയാണ്. ബിക്കോസ് അത് ഒരു റിയൽ ആയിട്ടുള്ള കെമിസ്ട്രിയാണ്. ഇപ്പൊ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്സിന്റെ ഇടയ്ക്കുള്ള ടോക്സ്, അവര് തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങള്, അങ്ങനത്തെ കുറെ സീൻസ്, അങ്ങനത്തെ കുറെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട് ഈ ഫിലിമില്. അപ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി ആംഗിൾ ആണ് ഈ ഫിലിമില് നമ്മള് ഇത്. കാരണം ആദ്യ ഫിലിം കണ്ടിരുന്നോ? പട്ടം പോലെ കണ്ടു. അതിലൊരു കുറെയൊക്കെ മരം ചുറ്റി പ്രണയങ്ങളാണ്, ട്രീക്ക് ചുറ്റിനും സോങ് ചെയ്ത് പാടി ഓടിച്ചത്. ഇതിൽ അങ്ങനെയുള്ള ഒരു പ്രണയമാണോ? ഇത് അങ്ങനത്തെ പ്രണയമല്ല, കുറച്ചുകൂടി ഡിഫറെന്റ്. ലവ് ഉണ്ട്, അത് nobody is questioning that. അതെ, ട്രീസിനൊന്നും ചുറ്റും ഓടുന്നില്ല. That's the only difference. ക്ലീഷേ ഇല്ല. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലവ് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഉണ്ട്. ആ ബോണ്ടിങ്സ് എല്ലാം പോർട്രേ ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള സീൻസും എഴുതിയിട്ടുണ്ട് ബോബി സഞ്ജയ് സർ. ഓഫ് കോഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഉള്ള സീൻസ് ഉണ്ട്. അപ്പോൾ അവരൊരു ലവ് സ്റ്റോറി, അതിൻ്റെ ഒരു സ്ട്രെങ്ത്, ഒരു സട്ടിലിറ്റി അതൊക്കെ കാണാൻ പറ്റും ആസ് ദ ഫിലിം ഗോസ്. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മാളവികയുടെ ആ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അജയേക്കാൾ കൂടുതൽ ഫോക്കസ്ഡ് ആണ്. അജയെ ഗൈഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സരളിൻ്റെത്. അപ്പോ അജയ് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലാണെങ്കിൽ സരളിനെ വിളിക്കും, സരൾ ആണ് പറയുക ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ വൈസ് ആയിട്ടുള്ള വിസ്ഡം എന്ന് പറയില്ല, അത് അങ്ങനത്തെ ഒരു ആംഗിൾ അല്ലേ? സരളിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്, സരളിന് എന്താ വേണ്ടത്, ഫോക്കസ്ഡ് ആണ്, എന്താ വേണ്ടത് എല്ലാം അറിയാം, ലൈഫ് ഗോൾസ് സെറ്റ് ആണ്.
അജയന്റെ ക്യാരക്ടർ കുറച്ചും കൂടി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് എത്തുന്ന സമയത്ത് സരളിന്റെ ക്യാരക്ടർ കംസ് പിന്നെ അജയനെ ഗൈഡ് ചെയ്ത് ഷീസ് ഹിസ് സ്ട്രെങ്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കെമിസ്ട്രി ഉണ്ട്. എന്തായാലും അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ് സത്യത്തില്. ഒരു കെമിസ്ട്രി മിലിറ്ററി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പോഴും രോമമൊന്നും വളച്ചു ഇല്ല. അതായത് നമ്മൾ സാധാരണ നമ്മൾ ബാർബർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ല, ഷേവ്. ഇത് ഇവിടെ ചെയ്ത് പെട്ടെന്ന് ചേരിലിരുത്തി എനിക്ക് ആക്ച്വലി ഭയങ്കര സങ്കടം തോന്നി. കാരണം നമ്മള് കാഡറ്റ്സ് ബാർബർ ഷോപ്പിലാണ് ഇരിക്കുന്നത്. എല്ലാ കാഡറ്റ്സിനെയും ഒരുമിച്ചിരുത്തിയിട്ട് അവിടെ അവര് ഇങ്ങനെ വെള്ള പുതപ്പൊക്കെ വിരിച്ച് ഒറ്റ വടിയാണ് ഇങ്ങനെ ഒരു കിളി എങ്ങനെ പറന്നു പോകുന്ന പോലെ ഭയങ്കര വിഷമോ ഇടിമിന്നലോ അല്ലേ? പക്ഷെ എന്താന്നറിയോ, പിന്നെ നല്ല പൂനെയിൽ നല്ല ചൂടായതുകൊണ്ട് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. നമ്മള് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലാണ് ഷൂട്ട് ചെയ്തത്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ മലയാളം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അതായത് മേജർ അതെ അതെ. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലുള്ള അവരൊക്കെ നമ്മളുമായിട്ട് അത്രയും എന്താ പറയുക കോപ്പറേറ്റീവ് ആയിട്ടായിരുന്നു നമ്മളെ ഹാൻഡിൽ ചെയ്തതൊക്കെ. പിന്നെ ഓരോ സ്ഥലത്തും ഷൂട്ട് ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക് ടൈം ഉണ്ട്, ഒരു സ്പെസിഫിക് ഡേറ്റ് ഉണ്ട്. അല്ലാതെ ഒരു ദിവസം നമ്മളോട് ചേട്ടാ അവിടെ ഒന്ന് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം എല്ലാം സ്കെഡ്യൂൾഡാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് എനിക്കും അതേപോലെ തന്നെ ഓഫ്കോഴ്സ് ആസിഫ് അലിക്കും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ റെഡിയാക്കണം, ചെയ്തെടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിലേറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്ന പോർഷൻസിലായിരുന്നു. ബാക്കിയുള്ളത് അഭിനയമൊക്കെ സിമ്പിൾ ആയിരുന്നു. പക്ഷേ ഈ എക്സസൈസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാഡ് ടു ഡു ഇറ്റ്. നമ്മൾ ചെയ്തില്ല എന്നല്ല, പക്ഷെ അതേസമയം അത് എല്ലാ ദിവസവും ചെയ്യുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ കാഡറ്റ്സിന് സല്യൂട്ട് ചെയ്തല്ലേ? സല്യൂട്ട് ചെയ്യും. എന്തായാലും ഒരുപാട് കഷ്ടപ്പെടണമെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കഷ്ടപ്പാട് കുറച്ച് ഭാഗം കൂടി ഇങ്ങോട്ട് കൊടുക്കണ്ടായിരുന്നു. കഷ്ടപ്പാട് കുറഞ്ഞു പോയത് പൂനെയിൽ ഉണ്ടായിരുന്നു, പക്ഷെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ഏരിയയിലേക്ക് ഞങ്ങൾ കയറ്റിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. എനിക്കും കാണുന്നുണ്ടായിരുന്നു നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ഷൂട്ട് ചെയ്യണ ആഗ്രഹം. പബ്ലിക് പാർക്ക് ആയതുകൊണ്ട്, പബ്ലിക് പാർക്ക് അല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ റൊമാൻസ് ആംഗിൾ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വർക്ക്ഔട്ട് ആയില്ല. അല്ല, ഞാൻ പറഞ്ഞ പോലെ ഞാൻ കൊച്ചിയിൽ കൊച്ചിയിൽ കണ്ട സമയത്ത് ആസിഫും അതിലൊക്കെ ഭയങ്കര ഫെയർ ആയിരുന്നു. ഞാൻ പൂനെയിലെത്തി കാണുമ്പോഴേക്ക് രണ്ടാളും ഇന്ന ഫുൾ കറുത്ത് ഫുൾ ടാൻ. താങ്ക് ഗോഡ് ഞാൻ NDA പോയായിരുന്നു. അതാ ഒറിജിനൽ കളർ, ആരോടും പറയണ്ട. VKP സാറിന്റെ കൂട്ടത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് അതൊന്ന് പറയാം. VKP സാറിന് എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. എന്റെ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട് സാറിന്റെ കൂടെ, കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറെ ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, 2 ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ അറിയാം സാറിന്. പിന്നെ ഇത് ഫസ്റ്റ് ടൈം വർക്കിംഗ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? VKP സാർ ഭയങ്കര സ്മൂത്ത് ആൻഡ് കൂൾ നൈസ് അങ്ങനെയല്ലേ? അതെ അതെ. VKP സാർ നമ്മളൊക്കെ പറയാറുണ്ട്, VKP സാർ എക്സ്ട്രീംലി പ്ലേഫുൾ ആയി ഒരു നല്ല ഒരു ഹ്യൂമറസ് മൂഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും സെറ്റില്. വർക്കിന്റെ സമയത്ത് he knows what he wants. Okay. So he knows exactly what he wants. But before and after the take ഒരു ഭയങ്കര പ്ലേഫുൾ മൂഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും കളിയൊക്കെ ആക്കി നമ്മളെ കേസൊക്കെ എടുത്ത്. ആസിഫിന്റെ കൂടെയുള്ള അഭിനയം എങ്ങനെയായിരുന്നു? ആസിഫും ഞാനും ഞങ്ങള് ഇതിനു മുമ്പ് ഷൂട്ടിന് കുറച്ച് ദിവസം മുമ്പ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ജയപ്രകാശ് കുളൂർ മാഷിന്റെ കീഴിൽ. എല്ലാവരും ഞാനുണ്ടായിരുന്നു, ആസിഫുണ്ടായിരുന്നു, പിന്നെ അതുപോലെ VKP സാർ ഉണ്ടായിരുന്നു, ഒരുപാട് പേര്, പ്രേംപ്രകാശ് സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ ക്യാരക്ടർ സിനിമയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു വർക്ക്ഷോപ്പിലൂടെ ഞാനും ആസിഫൊക്കെ became very good friends. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷൂട്ടിന്റെ സമയത്ത് അത് ശരിക്കും റിഫ്ലക്ട് ചെയ്തു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നല്ല ക്ലോസ് ആയതുകൊണ്ട് നമുക്കത് വളരെ എളുപ്പത്തിൽ സീൻസിലൊന്നും അങ്ങനെ ഒരു കോമ്പിനേഷൻ കെമിസ്ട്രി ഇഷ്യൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും അത് ഈ വർക്ക്ഷോപ്പാണ് സത്യം പറഞ്ഞതിന് കാരണമായത്. ഒരുപക്ഷെ ചിലപ്പോൾ ആസിഫിനെ ഞാൻ ആ സമയത്താണ്, അത് ഷൂട്ടിന്റെ ഫസ്റ്റ് ദിവസമാണ് കാണുന്നതെങ്കിൽ ആസിഫ് അലി അഭിനയിക്കണം ഫ്രണ്ടായിട്ട് എന്നുള്ള ഒരു ടെൻഷനൊക്കെ നമുക്ക് വന്നേനെ സ്വാഭാവികമായിട്ടും. അതൊന്നും ഇല്ലാതെ ഒരു പരിധി വരെ എന്നല്ല, അത് കംപ്ലീറ്റ് ആയിട്ട്. കാരണം ഞങ്ങൾ ആസിഫ് വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ട്, എന്താ പറയുക, നമ്മളൊക്കെ ഒരുപാട് കാലത്ത് പരിചയമുള്ള പോലെ സംസാരിക്കുന്ന, കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന
ഒരു ആർട്ടിസ്റ്റാണ് ആസിഫ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിരുന്നു. ഇത് പറഞ്ഞല്ലോ, മാള് പറഞ്ഞല്ലോ, VKP സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ലൈക്ക് യങ്ങർ ദാൻ അസ്, പക്ഷേ ജസ്റ്റ് ലുക്സ് എൽഡർ ദാൻ അസ്. നമ്മളെക്കാളും കുറച്ച് പ്രായം തോന്നുന്നേ ഉള്ളൂ, പക്ഷേ മനസ്സുകൊണ്ട് വളരെ ചെറുപ്പമാണ്. അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാക്സിമം നമ്മളെ കൊണ്ട് അത് നമുക്കൊരു എഫേർട്ടും ഇല്ലാതെ അത് നീ അത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കറക്റ്റ് ആയിട്ട്, പുള്ളിക്ക് അദ്ദേഹത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഹി ഹാസ് സംതിങ്, അത് എടുക്കും. അത് കറക്റ്റായിട്ട് വരില്ലെങ്കിൽ അത് വരുന്നവരെ എടുക്കും, എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ പറഞ്ഞ പോലെ അവർക്ക് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആസിഫിനെ ഫസ്റ്റ് ടൈം വെച്ച് കാണുന്നത് ഒരു മൈസൂരിൽ വെച്ചാണ്. ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വലിയൊരു സീൻ ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ട് മുമ്പാ കാണുന്നത്. അപ്പോൾ ഞാൻ കണ്ടു, ഹായ് ഹലോ ഹൗ ആർ യു, ലെറ്റ്സ് ഡു ദ സീൻ. സോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ബട്ട് ആസിഫ് അത്രയും കോപ്പറേറ്റീവ് ആയതുകൊണ്ടും അത്രയും സപ്പോർട്ടീവ് ആൻഡ് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് 2 days നമ്മൾ വളരെ നല്ല ഫ്രണ്ട്സ് ആയി. അപ്പോൾ ഒരു 1 or 2 days ആ ഒരു കെമിസ്ട്രി, അത് കഴിഞ്ഞുള്ള സീൻസിനെ ആ ഒരു കെമിസ്ട്രി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ദാറ്റ്സ് താങ്ക്സ് ടു ഹിം ബിക്കോസ് ഹി ഈസ് സോ ഗ്രൗണ്ടഡ് ആൻഡ് സോ. എന്തായാലും എല്ലാവരുടെയും കെമിസ്ട്രി ഞങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. പടം വലിയൊരു ഹിറ്റ് ആവാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നത് അടുത്ത ഏതാണ് ഒരു മൂവിന്റെ കേസ്? ഇതിനിടയിൽ എപ്പോഴും എന്നോട് സംസാരിച്ചു, അടുത്ത ഏതാണ്, ഇതിന് ശേഷം ഏതൊരു മൂവി ഷൂട്ട് നടക്കുന്നു എന്നോട് പറഞ്ഞു. അതെ, ഇപ്പം ഒരു പടം ഷൂട്ട് നടന്നുകൊണ്ടുണ്ട്. സിജു എസ് ബാവ പറഞ്ഞ ഡയറക്ടറാണ്. ഫസ്റ്റ് ടൈം ഡയറക്ട് ചെയ്യുന്ന ഫിലിമാണ്. അമൽ നീരന്തൊക്കെ അസോസിയേറ്റ് ആയിരുന്നു. ചാപ്പാ കൊറോഷൻ ഈ കുറെ ഫിലിംസിൽ അസോസിയേറ്റ് ആയിട്ടുണ്ട്. ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് ഡയറക്ടോറിയൽ വെഞ്ചർ. ഫഹദ് ഫാസിലിന്റെ കൂടെയാണ്. അതാണ് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് പടം നമ്മുടെ ദുൽഖർ സൽമാൻ, സെക്കൻഡ് ആസിഫ് അലി, തേർഡ് ഭാഗത്ത് മലയാളത്തിലെ സുന്ദരന്മാരും കൂടിയൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതെന്താ പറയാ, മാളവി സുന്ദരിയായതാണ് അല്ലേ? അതെ. എന്തായാലും ഈ പടത്തെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് രണ്ടുപേർക്കും പറയാനുള്ളത്? നിർണായകം എന്ന് പറയുന്ന സിനിമ വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അതിലേക്ക് പിൻ പോയിന്റ് ചെയ്യുകയാണ്. നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ അതിലേക്ക് പിൻ പോയിന്റ് ചെയ്തിട്ട് അത് നമ്മൾ അവേക്കൻ ചെയ്ത് നമ്മളത് ഉണർത്തുന്നു. ആ ഒരു വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നു. അതിനൊരു സൊല്യൂഷൻ നിർണായകം എന്ന് പറയുന്ന സിനിമ പറഞ്ഞു തരുന്നു. എന്താണ് ഇഷ്യൂ, എന്താണ് സൊല്യൂഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നിർണായകം തിയേറ്ററിൽ പോയിട്ട് കാണണം. നമ്മൾ ഇത്രയും പറഞ്ഞത് ആസിഫ് അലിയുമായിട്ടുള്ള കോമ്പിനേഷനും VKP സാറുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും ഒക്കെയാണ്. പക്ഷേ ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ ബോബി സഞ്ജയ് എന്ന് പറയുന്ന ഡുവോ റൈറ്റേഴ്സിൻ്റെ എല്ലാ വർക്കുകളെയും പോലെ തന്നെ വളരെ കമൻറ്റബിൾ ആയിട്ടുള്ള, വളരെ മാവലസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഗോ ടു ദ തിയേറ്റർ, വാച്ച് ദ മൂവി ആൻഡ് ബ്ലെസ് അസ് ഓൾ. അല്ലേ, ഞങ്ങളൊക്കെ അനുഗ്രഹിക്കുക. അത് 100% ഉണ്ടാവും. മാളവിക, നിർണായകം ഒരു പെർട്ടിക്കുലർ ജോണറിൽ ഫിറ്റ് ആവുന്ന സിനിമയല്ല. നിർണായകം ഒരു റോം കോം ഇല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി അങ്ങനത്തെ ഒരു ജോണറിൽ ഇടാൻ പറ്റില്ല. നിർണായകം എല്ലാവരും പോയി കാണേണ്ട ഒരു ഫിലിമാണ്. കുട്ടികളെ ആൻഡ് മിഡിൽ ഏജ് പീപ്പിൾ, ഓൾഡ് പീപ്പിൾ, വിമൻ, മെൻ എല്ലാവരും കാണേണ്ട ഒരു ഫിലിമാണ്. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ് ഈ ഫിലിം പ്രൊജക്റ്റ് ചെയ്യുന്ന മെസ്സേജ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എവ്രിബഡി ഷുഡ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ഇറ്റ്. അപ്പം രണ്ടുപേർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കൈ നിറയെ പടങ്ങൾ ഉണ്ടാവട്ടെ. നിർണായകം വലിയൊരു ഹിറ്റായി മാറട്ടെ. ഓക്കെ, താങ്ക് യു.